ഒന്നിലും നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. ഒരു സിനിമ വിജയിച്ചു എന്ന് കരുതി ഒരാളും സൂപ്പർ സ്റ്റാർ ആവത്തില്ല. എന്നാൽ ഒരു സിനിമ 2-3 സിനിമകൾ ഓടി അല്ലെങ്കിൽ തനിക്ക് ഒരുപാട് പടങ്ങളുണ്ടെന്ന് കരുതി മറ്റുള്ളവരെ ആരെയും തരം താഴ്ത്തുന്ന ഒരു സ്വഭാവം ഒരു നല്ല കലാകാരൻ ചേർന്നതല്ല. ഇപ്പോൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുന്ന ഷെയ്ൻ നിഗവും ഉണ്ണി മുകുന്ദനും തമ്മിലുള്ളൊരു വിഷയം അത് കുറച്ച് നാൾ മുമ്പ് നടന്നതാണ്. പക്ഷേ ഇപ്പോൾ അത് വീണ്ടും ചർച്ചയായി മാറിയിരിക്കുകയാണ്, അത് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നു സാർ അതിനെക്കുറിച്ച് എന്തെങ്കിലും സാർ കേട്ടിരുന്നോ? ഷെയ്ൻ നിഗത്തിന്റെ കാര്യം 6 മാസം മുമ്പ് പുള്ളി ഒരു വിവാദത്തിൽപ്പെട്ട ഉണ്ണി മുകുന്ദനെ വളരെ മോശമായിട്ട്, ഉണ്ണി മുകുന്ദന്റെ ഫിലിം കമ്പനി വളരെ മോശമായിട്ട് കാര്യങ്ങൾ കമന്റ് ചെയ്തു. പുള്ളി അത് അബദ്ധവശ പറഞ്ഞാണ്, അറിയാതെ പറഞ്ഞാണ്. ഷെയ്ൻ നിഗം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അദ്ദേഹം നിരവധി പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാക്കി. നിലവിലൊരു പ്രൊഡ്യൂസറുമായിട്ടുള്ള ഒരു പ്രശ്നം, പ്രൊഡ്യൂസർ ബോബി ജോർജുമായിട്ട് അതിനുശേഷം സിനിമാ നിർമ്മാണ മേഖല അദ്ദേഹത്തെ വിലക്കും ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു. അദ്ദേഹം വളരെ, എനിക്ക് തോന്നുന്നു കുറച്ച് സിനിമകളൊക്കെ ഉണ്ട്. ഇപ്പം 2ാം നിലയിലെ വലിയൊരു പ്രഗത്ഭനായ നടനാണ്, പഴയ അഭിയുടെ മകനാണൊക്കെ നമുക്കറിയാം. എന്നാലും പുള്ളി വളരെ കഴിഞ്ഞ ദിവസമാണെങ്കിലും ഉണ്ണി മുകുന്ദന്റെ സിനിമ കണ്ടോന്നൊരാൾ ചോദിച്ചു. അന്നേരം എനിക്ക് തിരക്ക് കാരണം മാർക്കോ ഞാൻ കണ്ടില്ല, പക്ഷെ മോഹൻലാലിന്റെ സിനിമ മോഹൻലാലായിട്ട് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ 10 പ്രാവശ്യം കണ്ടു എന്ന് പറയുമ്പോൾ ഉണ്ണി മുകുന്ദനെ ഒരു അവമാനിക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചു എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഒരു സംസാരം. നേരെ മറിച്ച് ഉണ്ണി മുകുന്ദൻ തിരിച്ചു പറഞ്ഞ, കാരണം ഷെയ്ൻ നിഗത്തുമായിട്ട് ഞാൻ യാതൊരു പ്രശ്നങ്ങളുമില്ല, അദ്ദേഹത്തിന്റെ പടത്തിനെ നിങ്ങൾ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാണ് ഉണ്ണി മുകുന്ദന്റെ ഒരു പ്രസ്താവന കേട്ടോ. അതിനെപ്പറ്റി എന്നാ പറയുന്നത്? അതായത് ഈ 2 ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഈ ഉണ്ണി മുകുന്ദൻ അദ്ദേഹം വളരെ, ഞാൻ കേട്ടിടത്തോളം അദ്ദേഹത്തിന് ഒരുപാട് പഴികൾ കേട്ട്, അദ്ദേഹത്തിന് ഈ നെപ്പോട്ടിസം, അതായത് ആരുടെയും സിനിമയിൽ സപ്പോർട്ടില്ലാതെ വന്ന ഒരു മനുഷ്യനാണ്, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ബന്ധുക്കളോ സ്വന്തക്കാരോ ഒന്നും സിനിമയിൽ ഉണ്ടായിരുന്നില്ല. മറിച്ച് ഈ ഷെയ്ൻ നിഗം എന്ന് പറഞ്ഞ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അബി എന്ന് പറഞ്ഞ വളരെ പ്രഗത്ഭനായ മിമിക്രി ആർട്ടിസ്റ്റ്, അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകത്തില്ല. അദ്ദേഹത്തിന്റെ മിമിക്രികൾ, അദ്ദേഹത്തിന്റെ കാസറ്റ് വഴി, ഞങ്ങളുടെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ കാസറ്റ് വഴി ഒരുപാട് കോമഡി കാസറ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഓണക്കാലത്തൊക്കെ ഉമ്മയുടെ വേഷത്തിലൊക്കെ വന്നിട്ട് നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചു, കുടുകൂടെ ചിരിപ്പിച്ച മനുഷ്യൻ. പക്ഷേ അദ്ദേഹം പ്രൊഫഷണലി പ്രൊഫഷണലി അദ്ദേഹം നല്ല ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയെങ്കിലും, ഒരു നല്ല സ്ഥാനം കിട്ടിയെങ്കിലും അദ്ദേഹത്തിന് പൈസ വക, അതായത് സാമ്പത്തികമായിട്ട് അദ്ദേഹം ഉയർന്നില്ല എന്നുള്ളത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ചില നടന്മാർ അങ്ങനെയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ മകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ചാൻസ് കിട്ടി, ഈ പറഞ്ഞ ഷെയ്ൻ നിഗം ചാൻസ് കിട്ടുകയും അദ്ദേഹം ആ സിനിമയിൽ കഴിവില്ലെന്ന് പറയത്തില്ല, ഷെയ്ൻ നിഗത്തിന് കഴിവുണ്ട്, നല്ല നടനൊക്കെയാണ്. പക്ഷേ പ്രായത്തിൻ്റെതായ പക്വത കുറവാണോ, ഒരുപാട് പൈസ കിട്ടിയപ്പോൾ കണ്ണു മഞ്ഞളിച്ചുകൊണ്ടാണെന്ന് അറിയത്തില്ല സാറേ, ഒരുപാട് പ്രശ്നങ്ങൾ ഷെയ്ൻ നിഗം ഈ സിനിമയിൽ ഉണ്ടാക്കുന്നത്. എന്നാൽ മറിച്ച് അതേപോലെ തന്നെ വന്ന ഒരാളാണ് ഉണ്ണി മുകുന്ദൻ. പക്ഷേ അദ്ദേഹത്തിന് സിനിമാക്കാരുടെ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് അച്ഛനോ അമ്മയോ സിനിമ നടനോ നടിയോ സിംഗറോ റൈറ്ററോ ഒന്നും ആയിരുന്നില്ല. പക്ഷേ ഞാൻ ഇന്നും കാണുന്നുണ്ട് ഉണ്ണി മുകുന്ദൻ്റെ ഒരു ഒഡീഷൻ, ഇന്നും വൈറലായിട്ട് നമ്മുടെ കൈരളി ചാനലിലോ അദ്ദേഹം ഒരു ചാനൽ നടത്തിയ ഒഡീഷൻ്റെ പടം ഇന്നും നമ്മുടെ യൂട്യൂബിൽ കിടന്ന് ഓടുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് വന്ന കഴുത്തിലൊരു കറുത്ത ചരടൊക്കെയായിട്ട്, അന്ന് മസിലുണ്ട് അദ്ദേഹത്തിന്, ഈ ഉണ്ണി മുകുന്ദന് വളരെ നാണം കുടുങ്ങിയായിട്ടൊരു വ്യക്തി. ആ വ്യക്തി അദ്ദേഹത്തിന് ഒരുപാട് സിനിമകൾ, വിജയിക്കാൻ വരുന്ന സിനിമകൾ പോലും ഈ പറയുന്ന പോലെ ആൾക്കാരുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും സമൂഹ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ ബ്ലോഗർമാരുമായിട്ട് വരെ പ്രശ്നങ്ങൾ ഉണ്ണി മുകുന്ദനോട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം സംയമനം പാലിച്ചാണ് മിക്കവരെയും ഹാൻഡിൽ ചെയ്യുന്നത്. അദ്ദേഹം വളരെ മോശപ്പെട്ട എനിക്ക് തോന്നുന്നു സായി എന്ന് പറയുന്ന വ്ളോഗറുമായിട്ട് മാത്രമാണ് അദ്ദേഹം ഇച്ചിരി നിലതെറ്റി ബിഹേവ് ചെയ്തത്. പക്ഷേ അതിന് അദ്ദേഹം മാപ്പ് പറയുകയും അതോടൊപ്പം തന്നെ ഖേദിക്കുകയും ചെയ്തു. ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു ബിഹേവിയർ ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ മറിച്ച് ഷെയ്ൻ നിഗത്തിന്റെ വിഷയം വരുമ്പോൾ, ഷെയ്ൻ നിഗം ഈ പറയുന്ന നമ്മളുടെ സിനിമ എന്ന് പറയുന്ന ഒരു മായിക ലോകമാണ്. കരിയർ ഉയർച്ച താഴ്ചകൾ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. അങ്ങനെ നമ്മൾ കുറഞ്ഞ ഷെയ്ൻ നിഗത്തിന്റെ കുറച്ച് പടങ്ങൾ ഹിറ്റാവുകയുണ്ടായി എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഉണ്ണി മുകുന്ദന്റെ പടങ്ങളെല്ലാം ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അദ്ദേഹത്തിന്റെ മേപ്പടിയാൻ കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ എനിക്ക് മാളികപ്പുറമാണ്, അതിനിടയ്ക്ക് ഗ്യാപ്പുകൾ വരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ സിനിമകൾ ഹിറ്റാകുന്നില്ല. പക്ഷേ സിനിമ പ്രൊമോഷൻ സമയത്ത് ഇവർ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ ഷെയ്ൻ നിഗത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സിനിമ പ്രൊമോട്ട് ചെയ്താൽ പോലെ, പകരം അതിനകത്ത് ഉണ്ണി മുകുന്ദനെയും ടീമിനെയും കൊണ്ടുവരികയും അദ്ദേഹത്തിന്റെ സിനിമാക്കാരെ കുറിച്ച് സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ മോശമായിട്ട്, വളരെ മ്ലേച്ഛമായിട്ട് വർത്താനം പറയുകയും ചെയ്തു. എന്നിട്ട് പരസ്പരം പറഞ്ഞ് ഈ ബാബുരാജൊക്കെ ഉണ്ടായിരുന്ന സമയം, ബാബുരാജ്, മഹിമ നമ്പ്യാരെ പറ്റി ഒത്തിരി ആരോപണങ്ങൾ. ആ സമയത്ത് സിനിമാ സെറ്റ് ചെല്ലുന്നില്ല, തലമുടി വെട്ടുന്നില്ല, പ്രൊഡ്യൂസർ അസോസിയേഷനുമായിട്ട് പ്രശ്നം. പുള്ളിക്ക് കുറച്ചൊരു തരംഗമായിട്ട് കുറെ പടങ്ങളൊക്കെ കിട്ടി. ഉണ്ണി മുകുന്ദനെ സംബന്ധിച്ചുള്ള അത്രയും പടങ്ങളൊന്നും ഇല്ല, പടം 1-2 പടങ്ങളെ കിട്ടിയുള്ളൂ. പുള്ളിക്ക് ഒറ്റയ്ക്ക് സിനിമ പടം, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഒറ്റയ്ക്ക് സിനിമ വിജയിപ്പിക്കാൻ പറ്റാത്ത നടന്നൊക്കെ ഒരു പബ്ലിസിറ്റിയും കൊടുത്ത് സിനിമയുടെ ഒരു ഗ്യാങ്ങിൽ ഉണ്ണി മുകുന്ദനൊക്കെ പെട്ടുപോയെന്ന്. ഷെയ്ൻ നിഗം 3.5 കോടി രൂപ കാറ് മേടിച്ചു, 3.5 കോടി, എനിക്ക് 3.5 കോടിയോ മലയാള സിനിമയിൽ മമ്മൂട്ടിക്ക് മാത്രമുള്ള സൈസ് ബെൻസ് കാറൊക്കെ എടുക്കുന്നു. ഈ പ്രൊഡ്യൂസർമാരെ പുള്ളി തലമുടി വെട്ടുക, ഉടനെ പല കാര്യങ്ങളിലും പ്രൊഡ്യൂസർമാരെയോ സമയത്ത് ചെല്ലാതിരിക്കുക, പ്രൊഡ്യൂസർമാരെ നിരവധി പേരെ ബുദ്ധിമുട്ടിച്ച ഒരുപാട് പേർക്ക്. അതുകൂടാതെ കോ ആർട്ടിസ്റ്റ് എന്നുള്ള ഉണ്ണി മുകുന്ദനുമായിട്ടും ഒക്കെ പല പ്രശ്നങ്ങൾ. ഉണ്ണി മുകുന്ദൻ ഇന്നലെ തന്നെ പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ ഇതുവരെ കാര്യമായിട്ട് ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല, എങ്കിലും ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നമില്ല, ഷെയ്ൻ നിഗം വളർന്നു വരുന്ന കലാകാരനാണ്, പുള്ളി എല്ലാം സപ്പോർട്ടും ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നിരവധി പ്രശ്നങ്ങളാണ് ഈ തലമുറ ഉണ്ടാക്കുന്നത്. അതിനിടയ്ക്കാണ് ഇന്നലെ പൃഥ്വിരാജിന്റെ അഭിപ്രായം. പൃഥ്വിരാജ് പറഞ്ഞു, ഒരു സിനിമ വിജയിച്ചെന്ന് ഓർത്തുകൊണ്ട് ഒരു നടൻ
ആവിഷ്കാര നായകനോ സൂപ്പർ സ്റ്റാർ ആകുന്നില്ല. അതുപോലെ തന്നെ ഒരു സിനിമ പരാജയപ്പെട്ടെന്നോർത്തും അവൻ പരാജയപ്പെടുന്നില്ല. നമ്മൾ പല പല പരാജയങ്ങളും വിജയങ്ങളും കണ്ട് ഈ സിനിമയിൽ മുന്നേറണം. കാരണം ഏത് സിനിമയെ പറ്റി ഏത് കാര്യങ്ങളെ പറ്റി അഭിപ്രായം പറയുന്ന ഒരു സാമാന്യം നല്ല അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയാണ് പൃഥ്വിരാജ്. പൃഥ്വിരാജ് പറഞ്ഞ ഉണ്ണിമുകുന്ദൻ നല്ല നടനാണ്, എല്ലാം ഉണ്ട്. പക്ഷേ നമുക്ക് ഒരു സിനിമ കൊണ്ട് മാർക്കോ കൊണ്ട് മാത്രം അദ്ദേഹം മറ്റേ പവലിനി പെട്ടു, അതിനകത്ത് പെട്ടു, ഭയങ്കര സൂപ്പർ സ്റ്റാറായി, പല കമന്റുകളുണ്ട്. പക്ഷേ അദ്ദേഹം വിജയിക്കട്ടെ, അദ്ദേഹത്തിന് അവസരങ്ങൾ കിട്ടട്ടെ എന്നാണ് നമ്മളെല്ലാവരും പറയുന്നത്. കാരണം ഒത്തിരി ഒത്തിരി കഷ്ടപ്പെട്ടും നല്ല രീതിയിൽ പുള്ളി വന്നതാണ്. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ ഷെയ്ൻ നിഗത്തിന്റെ നിലപാട് വളരെ മോശമാണ്. നമ്മൾ ഈ പറയുന്ന പോലെ പൃഥ്വിരാജ്, ഇപ്പോൾ താങ്കൾ പൃഥ്വിരാജിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടൻ 17ാമത്തെ വയസ്സിൽ +2 കഴിഞ്ഞിട്ടാണ് നന്ദനം എന്ന സിനിമയിൽ ആദ്യമായി മലയാള സിനിമയിലേക്ക് വരുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന് പക്വത കുറവുണ്ട്, ഇല്ലായ്മ, എന്നാലും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് സംസാരിച്ചതിന്റെ പേരിൽ വളരെ ക്രിറ്റിസിസം അനുഭവിച്ച ഒരാളാണ് ഈ പൃഥ്വിരാജ് എന്ന് പറയുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, മമ്മൂട്ടിക്കും മോഹൻലാലിനും അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള വേഷങ്ങൾ മാറണം, സിനിമാ മേഖല ഒരുപാട് മാറാനുണ്ട്, ഒരുപാട് പുതുമുഖ സംവിധായകർക്കും പുതുമുഖ നടന്മാർക്കും നടിമാർക്കും ചാൻസ് മലയാള സിനിമ കൊടുത്താൽ മലയാള സിനിമയുടെ ചരിത്രം മാറുമെന്ന് അന്ന് പൃഥ്വിരാജ് പറഞ്ഞ് ഇന്ന് സത്യമായി ഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് അദ്ദേഹം പറഞ്ഞ ട്രാഫിക് എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമയുടെ ചരിത്രം പിന്നെ തിരുത്തപ്പെടുന്നത്. ഒരുപാട് പുതുമുഖങ്ങൾ വരുന്നുണ്ട്. അന്ന് പൃഥ്വിരാജിനെ വിമർശിച്ചവരൊക്കെ ഇന്ന് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നു. അതുപോലെ അദ്ദേഹത്തിന് മലയാള സിനിമയെക്കുറിച്ച് കുറേയധികം അറിയാനുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മോഹൻലാലിനെ മമ്മൂട്ടി വിമർശിച്ചു. അത് നല്ല കാര്യത്തിലാണ് വിമർശിച്ചത്. ഒരിക്കലും അവരെ കുറ്റപ്പെടുകയോ അവർ മോശക്കാരാണ് എന്ന് പൃഥ്വിരാജ് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് മോഹൻലാലിനെ മമ്മൂട്ടിയെ വെച്ച് സിനിമ എടുക്കാൻ പ്രാപ്തനായിട്ടൊരു സംവിധായകനായി അദ്ദേഹം മാറിയിരിക്കുന്നു. അത് വിജയിപ്പിക്കുന്നു എന്നുള്ളതാണ്. സോ അത് തന്നെയാണ് എനിക്കും ഏറ്റെടുത്ത് പറയാനുള്ളത്. താങ്കൾ പറഞ്ഞ കോട്ട്, ഒരു നടനും ഒരു സിനിമ കൊണ്ടോ 2 സിനിമ കൊണ്ടോ ജനഹൃദയങ്ങളിൽ കയറുമായിരിക്കാം. പക്ഷേ ആ സിനിമയിൽ അദ്ദേഹം പിന്നീട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഈ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളത് വലിയ കാര്യമൊന്നുമല്ല, അത് എത്തും. പക്ഷേ ആ ലക്ഷ്യത്തിൽ നിന്നുകൊണ്ട് വികസിക്കുക അല്ലെങ്കിൽ വളരുക എന്നത് വലിയ ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അതിനാണ് നിങ്ങൾ മുൻതൂക്കം കൊടുക്കണം. അത് തന്നെയാണ് ഇപ്പോൾ ഉണ്ണിമുകുന്ദനായാലും പൃഥ്വിരാജായാലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷെയ്ൻ നിഗം ഇതൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. 1-2 സിനിമകൾ വിജയിച്ചു എന്ന് കരുതി 3.5 കോടിയുടെ വണ്ടി എടുത്തെന്ന് കരുതിയൊന്നും ജനങ്ങളുടെ ഹൃദയത്തിലിരിക്കും. അവർ കുറച്ച് കഴിയുമ്പോൾ മറക്കും, അടുത്ത നടനെ അവർ വരവേൽക്കും. പക്ഷേ അത് എന്നും നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് തന്നെ ചെയ്യണം. ഉണ്ണിമുകുന്ദനെ ഒരുപാട് പേര് ചവിട്ടിത്താഴ്ത്താനും ഒരുപാട് പേര് കൊള്ളാത്ത നടനാണ്, വെറും മസിലേ ഉള്ളൂ ശരിയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ചവിട്ടിത്താഴ്ത്താനും ഫീൽഡ് ഔട്ട് ആക്കാനും ഒക്കെ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ക്ഷമയോടെ കാത്തിരുന്നു. 1-2 വർഷം ഗ്യാപ്പ് എടുത്ത് സിനിമ ചെയ്തു. മാളികപ്പുറം കഴിഞ്ഞ് 1.5 വർഷം 2-3 വർഷം കഴിഞ്ഞ് ഗ്യാപ്പ് എടുത്തിട്ടാണ് മാർക്കോ ഇറങ്ങുന്നത്. മാർക്കോ എന്ന് പറഞ്ഞ സിനിമ തീർച്ചയായിട്ടും വയലൻസ് ബേസ്ഡ് ആണ്. പക്ഷേ ഉണ്ണിമുകുന്ദന്റെ അഭിനയം, ഞാൻ ആ സിനിമയുടെ പ്രൊമോഷൻ ഒന്നും ചെയ്യുമല്ല, ആസ് എ റിവ്യൂവർ എന്ന നിലയിൽ കൂടെ, ഡിബേറ്റർ അപ്പുറം ഞാനൊരു റിവ്യൂവറും കൂടെ ആയതുകൊണ്ട് പറയണം, ഗംഭീരമായിട്ട് ഉണ്ണിമുകുന്ദൻ തകർത്ത് അഭിനയിച്ച ഒരു പടമാണ്. ആസ് എ ഹോളിവുഡ് സ്റ്റാൻഡേർഡോടുകൂടി അദ്ദേഹം അഭിനയിച്ച ഒരു പടമാണ് മാർക്കോ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്നാൽ അതോടൊപ്പം തന്നെ ഇറങ്ങിയ ഷെയ്ൻ നിഗത്തിന്റെ ഒരു പടം മദ്രസക്കാരനോ എന്തോ, അത് അധികം സിനിമ തിയേറ്റർ ഓടിയില്ല. ചിലപ്പോൾ പടം നല്ലതായിരിക്കാം, പക്ഷേ ജനങ്ങൾ അത് ഏറ്റെടുത്തില്ല എന്നുള്ളതാണ്. അതിന് പുറത്ത് വന്ന് ഷെയ്ൻ നിഗം കരയുകയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ കർമ്മ ഈസ് ബാക്ക് എന്ന് പറയുന്ന പോലെ, നമ്മൾ ഒരാളെയും നമുക്ക് ഇച്ചിരി പൈസ കിട്ടി അല്ലെങ്കിൽ ഇച്ചിരി ഫെയിം കിട്ടിയെന്ന് ചവിട്ടി താഴ്ത്താൻ പാടില്ല. കല എന്ന് പറയുന്നത് സർഗാത്മകമായ ഒരു സാധനമാണ്. അത് വികസിപ്പിച്ചെടുക്കുക എന്നുള്ളത് കലാകാരൻ്റെ ഹാർഡ് വർക്കിങ്ങും അദ്ദേഹത്തിന് ഉത്തരവാദിത്വമാണ്. അദ്ദേഹത്തിന് സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ട്. അത് പിന്നെ ഭാഗ്യത്തിൻ്റെ ഒരു അനുകൂലമുണ്ട് തീർച്ചയായിട്ടും. ബട്ട് 70% ഹാർഡ് വർക്ക് തന്നെയാണ്. അതാണ് ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ മാർക്കോയിലൂടെ വന്നിരിക്കുന്നു, തെളിയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടാണ്. സിനിമയിലെ ഓരോ ബാക്ക് പ്രൊമോഷൻ അല്ലെങ്കിൽ ബാക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്രയും കഷ്ടപ്പാടുകൾ. ഞാൻ അതിൻ്റെ ഒരു ഷൂട്ടിങ്ങിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കണ്ടിരുന്നു. കുഞ്ഞുങ്ങളെയൊക്കെ വെച്ചെടുക്കുന്ന ഷൂട്ടും അതോടെ ആ വില്ലന്റെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ ചെയ്തെടുക്കുന്നതൊക്കെ അവർ വിട്ടിട്ടുണ്ടായിരുന്നു. എത്ര നേരം കഷ്ടപ്പാടാണ് സാർ, എത്രയോ മണിക്കൂറോളം മുഖത്ത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ ഒട്ടിച്ച് വെച്ച് അതേപോലുള്ള രൂപങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമല്ല. അതുപോലെ അപ്പോൾ ആ നായകൻ കഥാപാത്രം എന്തുമാത്രം കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ടാവും. സോ ഹാർഡ് വർക്ക് വിൽ പേ ഓഫ് എന്നാണ്, അതിലൊരു സംശയമില്ലാത്ത കാര്യമാണ്. അത് തന്നെയാണ് ഉണ്ണിമുകുന്ദന് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഷെയ്ൻ നിഗം അതിൽ അസൂയപ്പെട്ട് കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് നല്ല സിനിമകൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യുക. അതുപോലെ സിനിമകൾ വിജയിക്കുമ്പോൾ കൂടുതൽ ലാലേട്ടൻ പറയുന്ന പോലെ നമ്മൾ ഉന്നതങ്ങളിലേക്ക് പോകുന്തോറും വിനയാന്യതനാവുക. കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ ഒരു ഇന്റർവ്യൂ കണ്ടായിരുന്നു, മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഒരു പ്രൊഡ്യൂസർമാരെ ബുദ്ധിമുട്ടിക്കത്തില്ല. ഇല്ല, അവർ കറക്റ്റ് 6 മണി എന്ന് പറഞ്ഞാൽ 6 മണി സമയത്ത് തന്നെ വരും. ഏത് സ്റ്റാൻഡിനും ഇന്നലെ പ്രത്യേകിച്ച് ഇന്റർവ്യൂ ഞാൻ കണ്ടു. ലാലേട്ടനുമായിട്ട് ഇത്രയും വലിയ സൂപ്പർ സ്റ്റാർ, ഇന്ത്യയിൽ തന്നെയുള്ള ലോകത്തിലെ തന്നെ പ്രഗത്ഭ നടന്മാരിൽ ഒരാളാണ്. ഏത് രീതിയിൽ സഹകരിക്കാനും ഏത് കോ ആർട്ടിസ്റ്റുമായിട്ട് സഹകരിക്കാനും 6 മണി എന്ന് പറഞ്ഞാൽ 6 മണിക്ക് തന്നെ സെറ്റിൽ തല്ലാനും മോഹൻലാൽ പ്രത്യേകം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മമ്മൂട്ടിയാണെങ്കിൽ ഇപ്പോഴും പുള്ളി ചാൻസ് ചോദിക്കുന്നുണ്ട് ആൾക്കാരോട്, എനിക്ക് ചാൻസ് തരുന്നില്ല. ഇത്രയും വലിയ സൂപ്പർ സ്റ്റാറാണ് പുള്ളി, അങ്ങോട്ട് പോയി ആൾക്കാർ കാണുവാണെങ്കിൽ ഇപ്പോഴും ചില ഡയറക്ടേഴ്സിനോട് പല സ്ക്രിപ്റ്റ് റൈറ്ററോട് പറയും, മമ്മൂട്ടി പറയും ഇപ്പോഴും എനിക്ക് നീ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ എനിക്കൂടെ തരണം എന്ന് പറഞ്ഞാൽ അത് അത്ര കമ്മിറ്റഡ് ആണ് അവർ സിനിമയ്ക്ക്. ഞാൻ പഴയ ഷൈൻ നിഗത്തിനെ പോലെയുള്ള ഒരു 3-4 സിനിമയിൽ ചാൻസ് കിട്ടിയപ്പോൾ സൂപ്പർ സ്റ്റാർ ആയി, അവർ വണ്ടി മേടിച്ചു, അവർ സമയത്ത് ചെല്ലത്തില്ല, അത് പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. ഈ മമ്മൂട്ടി മോഹൻലാലിനൊക്കെ അവർ ഇത് എത്ര വർഷമായി ഇത് പിടിച്ചു
വെക്കുന്നത്. അതെ. അത് അവരുടെ കമ്മിറ്റ്മെന്റ് ആണെന്നാണ്. തീർച്ചയായിട്ടും ഹാർഡ് വർക്കും കമ്മിറ്റ്മെന്റും അവരെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇപ്പൊ ഷൈനികത്തിനെ ഉണ്ണിമൂന്നിനെ ഒക്കെ ജനത്തിന് ഇഷ്ടമാണ്. പക്ഷെ അവരുടെ ചില കാര്യങ്ങളൊക്കെ സിനിമാ മേഖലയിൽ പല ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഈ ഷൈനികമൊക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിനെപ്പറ്റി എന്നാ പറയുന്നത്? അതായത് ഈ പറഞ്ഞ പോലെ ലാലേട്ടന്റെ കാര്യം സാർ പറഞ്ഞല്ലോ, മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം പ്രതിഫലം പോലും നോക്കാതെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ എനിക്കൊന്ന് ആന്റണി പെരുമ്പാവൂറൊക്കെ വന്നതിന് ശേഷമാണ് അദ്ദേഹം പ്രതിഫലത്തിൽ പോലും മേടിക്കേണ്ട എന്ന് പറഞ്ഞാലും പറയുന്നത് അത് വേണ്ടോ അഭിനയിച്ചേക്കാം എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ് ഈ മമ്മൂട്ടിയുടെ മോഹൻലാലിലേക്ക് എന്ന് പറയുന്നത്. പക്ഷേ സിനിമയ്ക്ക് വേണ്ടി എന്ത് ഡെഡിക്കേഷനും എന്തും വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാണ്. അത്ര അവരുടെ ബ്ലഡിൽ അലിഞ്ഞിരിക്കുന്നുണ്ട് സാർ. 50 വർഷമാകുന്നു അവർ ഈ സിനിമ ഫീൽഡിൽ വന്നിട്ട് ഇന്നും നായകന്മാരായിട്ട് തന്നെ മുൻനിരയിൽ നിൽക്കുന്നു. ഒരുപക്ഷെ മലയാള സിനിമ ഉള്ളിടത്തോളം കാലം ഒരിക്കലും മറക്കാത്ത രണ്ട് വ്യക്തിത്വങ്ങളായി മാറിയിരിക്കുകയാണ് മലയാള സിനിമയിലെ ഈ രണ്ട് ഒരിക്കലും മരിക്കാത്ത നടന്മാരായിട്ട്, അനശ്വര നടന്മാരായിട്ട് അവർ തീരുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് വരുന്ന നടന്മാർ, യുവ നടന്മാർ, അത് പൃഥ്വിരാജ് ആകട്ടെ, പൃഥ്വിരാജ് പ്രത്യേകിച്ച് അദ്ദേഹം ഒരുപാട് പഠിച്ചും വീണും ഒക്കെ നടക്കുന്ന നടനാണ്. സോ ഇനിയുള്ള ഈ പറഞ്ഞ ഷെയ്ൻ നിഗത്തെ പോലുള്ള നടന്മാർ ഷൈൻ ചെയ്യാൻ നിൽക്കുക. ഷൈൻ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ അത് അവരുടെ സിനിമയിലും ബോക്സ് ഓഫീസിലും കാണിക്കുക. ടെക്നീഷ്യന്മാർക്കും പ്രൊഡ്യൂസർമാർക്കും കാശ് കൊടുക്കുന്നതോടൊപ്പം ജനങ്ങൾക്കും പ്രവൃത്തിയിൽ നിന്നായാലും സിനിമ കാഴ്ചകളിലൂടെ ആയാലും സന്തോഷവും സമാധാനവും കൊടുക്കുക. വെറുതെ വാചകം അടിച്ച് മറ്റുള്ളവരെ താറടിച്ചുകൊണ്ട് ഒരിക്കലും ആളാവാൻ ശ്രമിക്കാതിരിക്കുക. അങ്ങനെ ആളാകുന്നവരാരും ഒരിക്കലും എക്കാലവും നിലനിൽക്കില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.